ഓൾറെഡി തമിഴിലാണ് ഇപ്പോൾ പിടിയിരുന്ന ചിക്കൻ്റെ ലിവർ എങ്ങനെ കൂട്ടാൻ വെക്കാന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു അരപ്പത് ചേർത്തിട്ട് നിങ്ങൾ കറി വെച്ച് നോക്കും. നമ്മുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ എന്ത് ഇറച്ചി കിട്ടിയാലും അതിൽ കഷ്ണം കൊണ്ടുപോയി ഇടും. ഞങ്ങൾക്ക് അതാ ഇഷ്ടം. കുറച്ച് ഇറച്ചി മതി, കൂടുതൽ കഷ്ണം ഇടും. കായ, കൂർക്ക, ചേന, പിന്നെ ഉരുളക്കിഴങ്ങ് വിരളമാണ് എങ്കിലും ഓക്കെ. പക്ഷേ ഉരുളക്കിഴങ്ങിനെക്കാട്ടൊക്കെ രസം കൂർക്ക, പിന്നെ അതുപോലെ കൊള്ളി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കായ എൻ്റെ ചെറുകായൊക്കെ കിട്ടി കഴിഞ്ഞാണല്ലോ പൊരി ടേസ്റ്റ്. ബീഫ് നല്ല നെയ്യുള്ളതൊക്കെ ആണെങ്കിൽ. അപ്പം ഇനി അത് അതിനെ കുറിച്ച് പറയാനില്ല. നമ്മൾ എവിടെ പറഞ്ഞത് ലിവർ കറി. അപ്പൊ ലിവർ കറി ഇതുപോലെ കഷ്ണിട്ട് വെക്കുമോ നിങ്ങളുടെ അടയ്ക്കുന്ന എനിക്ക് അറിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ അമ്മച്ചി ഇതുപോലെയാണ് വെക്കാറ് കേട്ടോ. അപ്പൊ അതേ റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് കോഴിയുടെ ലിവർ വേണമെന്നില്ല, ചിക്കൻ തന്നെയല്ലേ കോഴിയാ, ബീഫ്, മട്ടൺ ഇതിന്റെ ഒക്കെ ലിവർ എടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ലിവർ കിട്ടുക അതിന്റെ ഒക്കെ ലിവർ ഇതുപോലെ ചെയ്യാൻ കേട്ടോ. പിന്നെന്താ, അത്യാവശ്യം ഞാനിപ്പോൾ തള്ളിമറിച്ചിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോനെ ആവുന്നത്ര ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. തള്ളിമറിച്ച് പെട ടേസ്റ്റ് ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. ഈ അരപ്പ് ഞാൻ സത്യം പറയാം കേട്ടോ, നല്ല രുചി തന്നെയാണ് കഴിക്കാൻ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൽ വിട്ട് കൊണ്ടായില്ല. അപ്പൊ ഇഷ്ടമായില്ല ഞാൻ എപ്പോഴും പറയണ പോലെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇഷ്ടമാതിരിക്കില്ല. പിന്നെ ഈ ഫാസ്റ്റ് ഞാൻ ആവുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കുറയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കറിലൂട്ടാൻ വെക്കാൻ തുടങ്ങാം. അതിൻ്റെ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ തേങ്ങയ്ക്ക് വേണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന നേരത്തെ നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഒരു 2 പിടി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറച്ചെടുത്തോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ മസാലയുടെ കുത്ത് കറക്റ്റ് കിട്ടില്ല. അപ്പൊ 1 ടീസ്പൂൺ നിറച്ചെടുത്തോളോ. പിന്നെ നമുക്ക് അതുപോലെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്തുട്ടാന്ന് വെച്ചാൽ ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞപ്പോൾ അത് തലങ്ങനെ വിലങ്ങനെ വെട്ടിയിട്ടതാണ്. അതിപ്പോൾ ഇങ്ങനെ ആയതാണ് ഇത്ര എണ്ണം പോലെ തോന്നുന്നത്. 4 എണ്ണം ഉള്ളൂ കേട്ടോ. 4 ചുവന്നുള്ളി. ഈ കുക്കർ തന്നെ ഒന്ന് പണി തരും. ഇതൊന്ന് പറഞ്ഞാൽ ശ്രമിക്കാൻ പറ്റാനാവോ. 4 വെള്ളുള്ളി കേട്ടോ, 4 അല്ലി വെളുത്തുള്ളി കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില, അതും പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് വറുത്തെടുക്കണം. തീ അധികം കൂട്ടി വെച്ചിട്ട് കരിയിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. കണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണം. നല്ല അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട് ഇതിന്റെ, കണ്ടില്ലേ? അത് തീ കൂട്ടിയിട്ട് വറുത്താൽ കരിഞ്ഞു കൂട്ടാ. നമുക്ക് ആ എണ്ണയൊക്കെ ഈ തേങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കിട്ടും. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയോട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോയിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. 1/2 കിലോ ലിവറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള അളവാണ്. 1 ടീസ്പൂൺ ഇങ്ങനെ നിറച്ചെടുത്തോ മല്ലിപ്പൊടി. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചോളോട്ടോ ഈ നേരത്ത്. ഇപ്പൊ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കരിഞ്ഞു പോരുത് പൊടികള്. പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല, കടയിൽ നിന്ന് മേടിച്ചൊന്നും ഉപയോഗിക്കാതിരിക്കുക. വീട്ടിൽ പൊടിച്ചതിന്റെ ചേർക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ ചൊവ്വയും കറിക്കൊക്കെ. നല്ല ഒന്ന് ചൂടാക്കുക. ഒന്ന് മൂക്കട്ടെ പൊടി. അത് മൂത്തിൽ പച്ചക്കുത്ത് വരും. നമ്മുടെ കറിക്ക് ഒരു വിതുരുമ്പിച്ച കളറാവും. അപ്പൊ കളറും അതെ, രുചി അതെ, ഒരു വിതുരുമ്പിച്ച് വരും. ഒന്നും മൂക്കണം. ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വറുത്താൽ മതി. തീ മൂപ്പ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ചൗമേനെ വെക്കരുത് കേട്ടോ. അത് ഇതുമേലെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് തണുക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് മഷി പോലെ അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട. ആദ്യം ഒരു 2 കൃകൃ ആക്കുക, ഞാൻ പറയണ പോലെ. അപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, അത് അങ്ങനെ ആക്കി കഴിയുമ്പോൾ ഒന്ന് പൊടിക്കും. അത് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിലത്തെ എണ്ണ കൊണ്ട് തന്നെ അത് അടിഞ്ഞു കിട്ടും. നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കായ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ കായ എന്ന് പറയുന്നത് ഞാൻ നേന്ത്രക്കായ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കണേ. തൊലി കളഞ്ഞിട്ടുണ്ട്. തൊലി കളയണ നിർബന്ധമൊന്നുമില്ല. ഇത്തിരി ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ കറി എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അത്ര വൃത്തിയിൽ കിട്ടില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എന്നെ കഷ്ടിമുട്ടി ഫോട്ടോ കിട്ടണം. അപ്പോൾ ഞാൻ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഞങ്ങൾ തൊലി ഇതിന്റെ മാറ്റി വെച്ചിട്ട് എപ്പോഴും പയറിട്ടിട്ട് ഉപ്പേരി ഇടും. നമ്മുടെ അവിടെ പയറൊക്കെ വെച്ചിട്ട് കായയുടെ തൊലി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മഞ്ഞളിട്ടിട്ട് ഇങ്ങനെ നല്ലൊന്ന് തിരുമ്പി കഴിഞ്ഞ് ഇതിന്റെ മുകളിലുള്ള കറയൊക്കെ നമുക്ക് പോയി ഇട്ടു കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒന്ന് തിരുമ്മി ഒന്ന് കഴുകുക. എന്നിട്ട് നമുക്കൊന്ന് വേവിക്കാൻ എടുക്കാം. ഞാൻ ഇവിടെ ആ പാത്രം തന്നെ എടുത്തേക്കുന്നത്. തേങ്ങ വറുത്തത് കഴുകാനൊന്നും നിന്നിട്ടില്ല. ആ പാത്രം തന്നെ മതി നമുക്ക്. ഇനിയിപ്പോ നിങ്ങൾക്ക് ധൃതി ഉണ്ടെങ്കിൽ ഇതൊരു സൈഡിൽ വറക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കായ ഇതൊക്കെ വേവിക്കാം കേട്ടോ. അപ്പൊ ഇതേ കായ ഞാൻ കഴുകിയിട്ട് ഇതിലൊരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലിവർ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കിലോനാട്ടോ ചിക്കൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടന്റെ ബീഫിന്റെ അതിനാണ് ഉപയോഗിക്കാം. അതുപോലെ കായ 2 എണ്ണം കിലോ പറയാനാണെങ്കിൽ 1/2 കിലോ വരും. വലിയ കായ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ലിവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുറിച്ചിടണമെങ്കിൽ ഇടാം. ഞാൻ ഒന്നും കണ്ട് മുറിച്ചിട്ട് കൊടുക്കണം.
നമ്മുടെ ലിവർ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി വലിഞ്ഞു പോയാ. ദേ ആവശ്യത്തിന് ഉപ്പും കേട്ടോ. ഞാൻ ഉപ്പ് ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടി കാണിച്ചാൽ ഉപ്പ് ഇടുന്നത്. ദേ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. വേവിന്റെ സമയം എന്ന് വെച്ചാൽ ചിക്കൻ്റെ ലിവർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഈ കായ വേവണത് ആ സമയത്തിൽ കറക്റ്റ് ആയിരിക്കും. നിങ്ങളിപ്പോ ബീഫിന്റെയും മട്ടന്റെ ഒക്കെ ആണെങ്കിൽ ലിവറിന് ഇത്തിരി കൂടി വേവ് മുന്നിൽ നിൽക്കും. അപ്പോൾ ആദ്യം ലിവർ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പകുതി വെന്ത ലിവറിലേക്ക് കായ തട്ടി കഴിഞ്ഞാൽ പിന്നെ വേവ് നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. ചിക്കൻ്റെ ആകുമ്പോൾ ഒന്നിച്ചിട്ട് വേവിക്കാം. നമുക്ക് അധികം വേവില്ല ഈ ലിവറിന്. അപ്പൊ കായയുടെ ഒരു വേവുള്ളൂ. അപ്പൊ ഏകദേശം സമയം സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കായ എത്ര നേരം വേവണം എന്നുള്ളത്. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും നമുക്ക് വിചാരിക്കാം. എന്തായാലും വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് സമയം പറയുമ്പോൾ ഇപ്പോൾ സമയം ഒന്നും നോക്കാറില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ കായ ഒന്ന് വേവണ സമയം ഞാൻ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി മുതലിരിക്കുന്ന മസാല റെഡിയാക്കാം. പെട്ടെന്ന് തന്നെ പണി തീർക്കാം കേട്ടോ. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന നേരത്ത് നമ്മുടെ ഇടിക്കല്ലിൽ ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. പച്ചമുളക് 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി കഷ്ണം. 1 ഇഞ്ച് നീളം മതി, അധികം വേണ്ട കേട്ടോ. 1 ഇഞ്ച് കഷ്ണം മതി. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കണ്ടല്ലോ, അധികം ഇഞ്ചിയുടെ ആവശ്യമില്ല. 2 പച്ചമുളക് മതി കേട്ടോ. അതുപോലെ ഒരു 4 അല്ലി 4 അല്ലി അല്ല കേട്ടോ, 4 എന്താ പറയാ നമ്മുടെ 4 എതള് വേപ്പല. അതും അതെ ഒന്ന് പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. 4 എന്നല്ല, ഒരു 5 ഉണ്ട്. അതുകൊണ്ട് പിച്ചി പറിച്ചിട്ട് കൊടുക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ കായും ബീഫും കൂടെ വെന്തുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. സമയം ഞാൻ നോക്കി 15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ളൂ. അപ്പത്തേനും ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കായൊക്കെ കണ്ടോ, നല്ല കറക്റ്റ് വേവാണ്. അപ്പൊ ഇതുകൂടി ഇരിക്കട്ടെ. ഇപ്പൊ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. കിരി സൗണ്ട് കണ്ടോ. ആ നേരമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത്. വലിയൊരു സവോളയാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. ഈ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അടിച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, മിക്സിയിൽ അരച്ചെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നത് ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണ ഇറങ്ങിയിട്ടുള്ള. ഞാൻ പറഞ്ഞ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്ത അതുപോലെ കിട്ടൂട്ടാ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യം 2 കിറുക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും. ഇനി ഈ ഒരു അരപ്പ് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഈ നേരത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊട്ടിച്ചെടുക്കും, നോക്കി വെച്ചോളാം. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിതിലൊരു കപ്പ് വെള്ളം കൂടിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ഇത്തിരി കുറുകിയ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും കുറുകിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഒരു ഇത്തിരി ചാറ് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. നല്ല കട്ടിക്കിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല ചാറ് പോലെ ഒഴിക്കുന്നത് ഇഷ്ടം. നമ്മുടെ കല്യാണ വീട്ടുകളിലൊക്കെ ചോറ് കിട്ടും നല്ല ചാറ് പോലെ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ നമ്മുടെ കറി ഇതേ കുറുകി ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ തീ നിർത്തുക കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു ചാറ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം. പിന്നെ ഈ ചട്ടിയും ചാലിയത്തിന്റെ അതുകൊണ്ട് ഇത് ഇരുന്നിട്ട് ഇനിയും കുറുകും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തന്നെ ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വറ്റിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെ കാണാം കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വരാം. കണ്ടില്ലേ, ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റായിട്ട് കുറുകി ഒന്നും കൂടി എണ്ണ തെളിയിട്ടിരിക്കും തോറും